കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അടിപൊളി വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കപ്പൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചക്ക വെച്ചിട്ട് പഴംപൊരിയേക്കാളും ടേസ്റ്റിൽ നമ്മൾ ചക്കപ്പൊരിയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ വെച്ചാൽ വളരെ എളുപ്പമാണ്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ചക്കപ്പൊരി ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ചക്കപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത്. അധികം അങ്ങോട്ട് ഒട്ടയാത്ത ചക്ക വേണം കേട്ടോ നമുക്ക് ഈ ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചക്കയൊന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കണം. കുരുവൊക്കെ കളഞ്ഞ് 2 പീസായിട്ടാണ് എടുക്കണത്. അപ്പോൾ എന്നാലാണ് നമുക്ക് പൊരിക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. ഇതേപോലെ 2 പീസായിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഒട്ടയാത്ത ചക്ക എന്ന് പറഞ്ഞാൽ പഴച്ചക്ക അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ചക്ക എടുക്കരുത് എന്നാട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതേ എല്ലാം തന്നെ 2 പീസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചായ വെക്കുമ്പോഴേക്കും ഇത് വേഗം തൊലിയല്ല, നമ്മളിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം തന്നെ മുക്കി പൊരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2-3 ടീസ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. കളറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഓൾറെഡി ചക്കയ്ക്ക് കളറുണ്ട്, എന്നാലും നമ്മളത് കോട്ടിങ് കൊടുക്കുമ്പോൾ കളർ അങ്ങനെ വരില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്താ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, ഒരു നുള്ള് നമ്മൾ ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഏലക്കായ പൊടിച്ച പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതേ സ്പൂണിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഏലക്കായ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ഏലക്കായ ഇട്ട് കൊടുത്താലാണ് ഒരു നല്ല ഫ്ലേവർ വരുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി തന്നെ മിക്സ് ചെയ്യാം. ഏലക്കായും ഉപ്പും പഞ്ചസാരയൊക്കെ എല്ലാ ഭാഗത്തേക്ക് പിടിക്കുന്ന വിധത്തിൽ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പാകത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടിക്ക് മാവ് എടുക്കണം കേട്ടോ. നല്ലൊരു കട്ടിക്ക് മാവ് എടുക്കണം. കാരണം എന്താ വെച്ചാൽ ചക്ക എല്ലാം അങ്ങനെ നല്ലോണം കോട്ട് ചെയ്ത് കിട്ടണം. അതേപോലെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മാവ് പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഇതേപോലെ കട്ടിക്ക് മാവ് എടുക്കണം കേട്ടോ. ലൂസാവാൻ പാടില്ല, എന്നാലാണ് നമ്മുടെ ചക്ക ശരിക്കും അങ്ങോട്ട് കോട്ടിംഗ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും അങ്ങോട്ട് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക ശരിക്കും അങ്ങോട്ട് കോട്ടിംഗ് ആവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ പാകത്തിന് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ചക്കപ്പൊരി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചക്കപ്പഴമൊക്കെ നമ്മുടെ ഈ മാവിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലങ്ങോട്ട് മുക്കിയിട്ട് അങ്ങോട്ട് പൊരിക്കാം കേട്ടോ. കണ്ട മാവ് ഒഴിക്കുമ്പോൾ ഇതേ പാകമാവണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കലക്കുമ്പോൾ ലൂസായി വരുത്, നല്ല കട്ടിയാവുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ ചക്കപ്പൊരിക്ക് അങ്ങോട്ട് ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പാകത്തിന് നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് ഞാൻ എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ മാവിൽ അങ്ങോട്ട് മുക്കി ഇടുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് നമ്മുടെ തിളച്ച് വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും വേഗം ആവും. അതിന് ശേഷം തന്നെ നമ്മുടെ ചക്കപ്പൊരി മറിച്ചിടുക. ഇതിട്ടിട്ട് വേറൊരു പണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ചായ വെച്ച സമയം കൊണ്ട് പെട്ടെന്നാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് പെട്ടെന്നാവും കേട്ടോ. ഇട്ട വശം തന്നെ നമുക്ക് അവിടെ ഇവിടെയും ഒട്ടി പിടിക്കുന്ന പരിപാടി വരില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെവ്വേറെ ആയിട്ട് കിടക്കുകയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാട്ടോ ചക്കയുടെയും ഈ മാവിൻ്റെയും ഒക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു ഭാഗം അപ്പുറത്തേയും ഇപ്പുറത്തേയും മറിച്ചിട്ടേ അപ്പോൾ നമുക്ക് ഇതിൽ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി കോരിയെടുത്ത് വെളിച്ചെണ്ണ വാരാവുന്ന വിധത്തിൽ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും അങ്ങോട്ട് മുരിഞ്ഞുണ്ട്. അങ്ങനെ കളർ അധികം മാറരുത് കേട്ടോ, ബ്രൗൺ നിറാവരുത്. പെട്ടെന്നാവും. നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. വേറെ പണിക്ക് പോകാമെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടാം. പിന്നെ നമുക്ക് അടുത്ത ട്രിപ്പും കൂടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 ട്രിപ്പിലേക്കുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചൂടുണ്ട് കേട്ടോ, കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാട്ടോ. പഴംപൊരിയേക്കാളും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ചക്കപ്പൊരി. ചക്ക ഉള്ളിൽ അങ്ങോട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കട്ടൻ ചായയുടെ ഒപ്പം സൂപ്പറാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ചായ വെക്കുന്ന നേരം കൊണ്ട് വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയാണ്. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ അല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സൂപ്പറാണ്, അടിപൊളിയാണ്. ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചക്കയൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ
ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.